ഹ്യൂമൻ സൈക്കോളജി വെച്ച് മനുഷ്യൻ എപ്പോഴും ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കും. കാരണം ഫിയർ ഓഫ് കോൺസിക്വൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് സെൽഫ് ഇമേജ്, ഷെയിം. എന്നാൽ ബൈബിളിൽ ഈ ടെൻഡൻസി തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ നിന്നാണ്. ആദവും ഔവയും പാപം ചെയ്തതിനു ശേഷം ഭയവും ലജ്ജയും നിമിത്തം ദൈവത്തിൽ നിന്ന് ഒളിച്ചു. പാപം മനുഷ്യനെ എപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റി. യെശയ്യാവ് 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർപെടുത്തുന്നത്. ശൗൽ രാജാവിൻ്റെ തകർച്ചയ്ക്ക് കാരണം പാപം ചെയ്തതുകൊണ്ട് മാത്രമല്ല, ദൈവത്തോട് തുടരെ അനുസരണക്കേട് കാണിക്കുകയും ചെയ്ത തെറ്റുകളിൽ ഒട്ടും കുറ്റബോധമില്ലാത്തതുമാണ്. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ പിശാചിൻ്റെ വാക്കിനെ അനുസരിച്ചപ്പോൾ ഹൗവ മാനവരാശിയെ മുഴുവൻ പാപത്തിലേക്ക് നയിച്ചു. പക്ഷേ ദാവീദ് തനിക്ക് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. തൻ്റെ സാഹചര്യങ്ങളെക്കാട്ടിലും ദാവീദ് ഭയന്നത് ദൈവ സാന്നിധ്യം തന്നിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് എല്ലാത്തിലും അധികമായി ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. മേ ഗോഡ് ബ്ലസ് യു.